ഇവനാണോ മോളെ അന്ന് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടത്? എൻ്റെ കരുണ ഞാൻ അടിച്ചു പിടിക്കട്ടെ. ടീച്ചർ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്. അത് യാതൊരു തരത്തിലും മാറ്റാൻ ഒക്കത്തില്ല. എന്നെക്കൊണ്ട് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടീച്ചർ പിന്നെ ഒരു കാര്യം ചെയ്യുക, 2-3 വർഷം ടീച്ചറിൻ്റെ ആരോഗ്യം ശരിയാകുന്ന വരെ ഒരു ലോസ് ഓഫ് പേയിലെ ലീവ് എടുത്ത് മാറി നിൽക്കുക. അല്ലെങ്കിൽ ടീച്ചർ VRS എടുക്കുക. സാർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ സാറിന് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. 2 പെൺകുട്ടികളാണ്. അവർ പഠിക്കുന്നത് അവരുടെ എല്ലാ ചിലവും എൻ്റെ ഒരു ശമ്പളത്തിന്. ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയൊരു ജോലിയാണ്. ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനല്ലാതെ വേറെ ഒരു മാർഗവും. ഞാൻ വെറും ഹെൽപ്ലെസ്സാണ്. പിന്നെ ടീച്ചർ ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാനേജർ ഇരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. ഇത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. മാനേജർ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു. സാർ ഇങ്ങനൊരവസ്ഥയിൽ ഇപ്പം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. എൻ്റെ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങും, എൻ്റെ ചികിത്സ അതൊക്കെ മുടങ്ങും. ഞാൻ ആകെ തകർന്നു പോകും. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് സാർ, പ്ലീസ്. ടീച്ചർ ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, മാനേജ്മെന്റ് കൂടി തീരുമാനിച്ചത്. ഇപ്പം പിള്ളേരും പറയുന്നുണ്ട് ടീച്ചറിന് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, എപ്പോൾ വന്നാൽ ഇരിപ്പാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കണ്ണിനെന്തോ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ VRS എടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ ലീവ് എടുക്കുക. ഇതേ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാറേ, ഞാനത് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ്, എനിക്കത് മനഃപ്പാടമാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ഒരു പേരൻസോ ഒരു സ്റ്റുഡൻസോ എന്നെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്, ഞാനൊരു കസര ഇട്ടിരുന്നാലും പഠിപ്പിച്ചോളാം. എന്നാലും എന്നെ ഈ ജോലിന്ന് പറഞ്ഞു വിടരുത്. ടീച്ചറെ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ടീച്ചർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനം എടുത്താൽ തന്നെ ടീച്ചർ എന്തായാലും ആലോചിച്ചിട്ടോ. ഇന്ന് VRS എടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലീവ് എടു. സാറൊരു കാര്യം ഓർക്കണം. ഈ സ്കൂൾ സാറിൻ്റെ അച്ഛൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ 3 ലക്ഷം രൂപ ഇവിടെ കൊടുത്തതാണ്. ആ കെയർ ഓഫിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഈ സ്കൂളിൻ്റെ ഓരോ ഉയർച്ചയിലും എൻ്റെ അച്ഛൻ്റെ വിയർപ്പുണ്ട്. ഈ സ്കൂളിന് വേണ്ടി ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇപ്പം എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പുറത്താക്കുക. ഈ ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും വരും. സാറെന്താ പറഞ്ഞേ? ഞാൻ VRS എടുത്ത് പൊക്കോളാൻ. ശരി, എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും തെണ്ടേണ്ടി വന്നാൽ പോലും ഇനി ഈ സ്കൂളിൻ്റെ പടി ഞാൻ ചവിട്ടില്ല. സാറൊരു കാര്യം ഓർത്തോ, കർമ്മ എന്നൊന്നുണ്ട്, അതെല്ലാവരുടെ മുന്നിലും വരും. സാറേ, ഒന്നുകൂടെ ആലോചിച്ചോളെ സാറേ. അവരെക്കുറിച്ച് ആർക്കും ഒരു എതിര് അഭിപ്രായമില്ല, അധ്യാപകർക്കും ഇല്ല, വിദ്യാർത്ഥികൾക്കും ഇല്ല. തന്നെയല്ല, അവരാദ്യമേ ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തത്. അവരുടെ അച്ഛനാണേലും ശരി, അവരാണേലും ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടോ. ഒന്നുകൂടെ ആലോചിച്ചൂടെ സാർ? അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കസേര ഇട്ട് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. സാറേ, സെൻറ്റിമെൻറ്റ്സിന് യാതൊരു കാര്യമില്ല. ആ പോയ ടീച്ചറിന് ശമ്പളം എത്ര അറിയാം? 35,000 രൂപ. ഈ 35,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 4 പേരെ പുതിയതെടുക്കാം. പുതിയതെടുക്കുന്ന ഗുണം എന്താ അറിയോ? അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കാം. ഇനിയുണ്ട് ഇവിടെ 10-15 വർഷമൊക്കെ ആയ കുറേ ആൾക്കാർ, 3-4 ടീച്ചർമാരുണ്ട്. അവരെ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞു വിടും. സാറേ, എൻ്റെ അച്ഛൻ ഇതൊക്കെ ഒരു പുണ്യപ്രവർത്തിയായത്, പക്ഷേ എനിക്കിതൊരു ബിസിനസ്സാണ്. ചേട്ടാ. എന്താ മോനെ? എന്തോടും? സാധനമൊന്നും വാങ്ങാൻ വന്നതല്ല, ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നായിരുന്നു. അയ്യോ മോനെ, ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല മോനെ. ഞങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ജോലി ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് അപ്പുറത്തൊരു ഷോപ്പുണ്ട്, ആൻറ്റിക് ഷോപ്പ്, അവിടെയും ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് വേറെ ഏതെങ്കിലും കടയിൽ ചോദിച്ചു നോക്കും. ഇവിടെ വേക്കൻസി ഇല്ല മോനെ. അവിടെ എല്ലാം തിരക്കി, പക്ഷെ അവിടെ സെയിൽസ് കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞത്. മോനെ, ഇവിടെ സെയിലുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടത്തിന് കസ്റ്റമറും ഉണ്ട്.
ഞങ്ങൾക്ക് ഇനി ആളിനെ ആവശ്യമില്ല. മോൻ വേറെ ഏതെങ്കിലും കടയിൽ പോയി ചോദിക്കും. ഇതാ ലാസ്റ്റ് കട. അപ്പോൾ ഒരു വഴിയില്ലയോ ചേട്ടാ? ഒരു ഇല്ല മോനെ. ശരി ചേട്ടാ. ഓ സാറേ, ടീച്ചറെ, ടീച്ചർ എന്താ ഇവിടെ? ഇത് എൻ്റെ ഷോപ്പാണ്. ടീച്ചറിന്റെ ഷോപ്പോ? അതെ, ഞാനന്ന് സ്കൂളിൽ നിന്ന് ജോലിയില്ലാതെ ഇറങ്ങിയ ശേഷം കുറേ സ്ഥലത്തൊക്കെ ജോലി അന്വേഷിച്ച് പോയി. ഇവിടെ വന്നപ്പം ഇക്കയാ പറഞ്ഞ് ഇവിടെ കണക്കെഴുതാൻ ആളിനെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഇവിടെ ജോലി കിട്ടി. ഒരു 5-6 വർഷമായിട്ട് ഇവിടെയാണ്. അപ്പോൾ പിന്നെ പയ്യെ പാർട്ണർഷിപ്പിൽ ഷോപ്പായി. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ വേറെ ഷോപ്പ് കൂടിയുണ്ട്. കുട്ടികളൊക്കെ? കുട്ടികൾ മൂത്ത ആൾക്ക് ജോലിയൊക്കെ ആയി, ഇളയാൾ പഠിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കരുത്. സാറെന്താ ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച്? സ്കൂള് അച്ഛനൊരു പുണ്യപ്രവൃത്തിയായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ബിസിനസ്. ടീച്ചറിനെ പോലെ പരിചയസമ്പന്നരായ ഒത്തിരി പേരെ ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞു വിട്ടു. പുതിയ പുതിയ പിള്ളേരെയും എടുത്ത് ഒത്തിരി ഡൊണേഷനും മേടിച്ചു. ബിസിനസ് നല്ലതായിട്ട് പൊടി പൊടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് സ്ട്രോക്കും വന്നത്. സ്ട്രോക്ക് വന്ന് ഞാൻ തളർന്നു. എൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉള്ള എല്ലാം വിറ്റ് ഇറക്കേണ്ടി വന്നു. ഭാര്യയും മക്കളും എന്നെ ഇട്ടിട്ടും പോയി. ഇപ്പം എന്താ, എനിക്ക് ജോലി വേണം, ജീവിക്കണ്ടേ, അസുഖമൊക്കെ മാറി. ഇവിടെ ടീച്ചറിന്റെ മുമ്പിൽ തന്നെ ഞാൻ വരണ്ടിയും വന്നു. ടീച്ചർ എന്ന് പറഞ്ഞില്ലേ, കർമ്മ, അതാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. മോളെ നീ വന്നേ. ഇവനാണോ മോളെ അന്ന് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടത്? എൻ്റെ കർണ ഞാൻ അടിച്ചു ഓടിക്കട്ടെ. വേണ്ടിക്ക, അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചു വന്ന ആളല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നു? അല്ല, എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാം. ഇവന് ജോലിയൊന്നും കൊടുക്കട്ടെ, ഇവന് അനുഭവിക്കട്ടെ. അടച്ചം കൊടുത്ത ശിക്ഷ ഇവന് അനുഭവിക്കണം. അത്രയും നാളത്തെ ജീവിതം കൊണ്ടൊക്കെ അനുഭവിച്ച് കാണുന്നു. നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാം. എന്നാ മോളിഷ്ടം പോലെ ചെയ്യും. സാറേ, ഇപ്പം ഇവിടെ തൽക്കാലം ജോലിക്ക് ഒരാളിനെ ആവശ്യമില്ല. പിന്നെ സാറിൻ്റെ അവസ്ഥ കൊണ്ട് ഇവിടെ എന്തെങ്കിലും കണക്കെഴുതാനൊക്കെ ആയിട്ടൊരു ചെറിയ ജോലി തരാം. പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പം അങ്ങോട്ടേക്ക് ജോലിക്കായിട്ട് നിർത്താം. വലിയ ഉപകാരം ടീച്ചറെ. ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ ദ്രോഹിച്ച ടീച്ചറാണ് എന്നെ സഹായിച്ചത്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാറിനോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും കുറേ വർഷം ഞാൻ ആ സ്കൂളിൽ ജോലി ചെയ്തല്ലേ. സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ശമ്പളവും വാങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ സാർ പൊക്കോ, എന്നിട്ട് നാളെ ഐശ്വര്യമായിട്ട് വന്നു.